30 ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിരിതെളിയുകയാണ്. ഉത്സവത്തിന് മുന്നോടിയായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൊട്ടിയൂരിൽ നാമമാത്രമായ വികസനങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. കൂടുതൽ ശൗചാലയങ്ങളോ സ്ത്രീകൾക്ക് മാത്രമായുള്ള വിശ്രമ കേന്ദ്രങ്ങളോ ഈറൻ മാറ്റാനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. മന്നഞ്ചേരിയിലുള്ള പാലത്തിന്റെ തൂണിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടേയുള്ളൂ. സ്വകാര്യ വ്യക്തികൾ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ മാത്രമാണ് ഇക്കുറിയുള്ള ഏക ആശ്വാസം. കഴിഞ്ഞ വർഷം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് 20 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ വന്നുപോയെന്നാണ് കണക്ക്. എന്നാൽ ഇക്കുറി അതിലും ഇരട്ടി ഭക്തജനങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത്രയും ഭക്തജനങ്ങൾ വരുന്ന സാഹചര്യത്തിലും അവർക്കുള്ള യാതൊരു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൊട്ടിയൂരിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള യാതൊരു സൗകര്യവും ദേവസ്വം ഇതുവരെ ഒരുക്കിയിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധ്യമാവുന്ന കെട്ടിടമാണ് ഈ കാണുന്നത്. എന്നാൽ ഈ കെട്ടിടങ്ങൾ പോലും ദേവസ്വം കച്ചവട ആവശ്യങ്ങൾക്ക് ലേലം നൽകിയിരിക്കുകയാണ്. ഇവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഭക്തജനങ്ങൾക്കുള്ള നടപ്പുവഴികൾ പോലും കയ്യേറിയാണ് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളല്ലാതെ യാതൊരുവിധ മാറ്റവും ഇന്നുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം കൃഷ്ണേന്ദു, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേരളം.